എന്തൊരു ക്രൗഡ്. മരുന്നിടത്ത് വെച്ച് കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല. ഹേമ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മുദ്രകുത്തി തള്ളിക്കളയാൻ ഞങ്ങളൊരുക്കമല്ല. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പ്. അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയുന്നത്. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. ഇങ്ങനെ അസന്മാർഗീയ കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർക്കുന്നത്. നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുമായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു. അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അത്തരക്കാരുകൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും? നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വരുന്നവനോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കേസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം. അത് പുറത്തു വരട്ടെ. പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ. എനിക്കതറിഞ്ഞാ മതി. ഇനി ഞാൻ ഞെട്ടിക്കുന്നൊരു സത്യം പറയട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ധാരാളം വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങളൊക്കെ സിനിമാ മേഖലയിലെ സ്ത്രീകളിൽ നിന്നും വനിതകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. മുമ്പ്, അതായത് വളരെ മുമ്പ് 2021 ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് അതായത് രേവതി പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രേവതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്ഷുവലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം. അത് പുറത്തു വരട്ടെ. അപ്പൊ അത് എന്താണ് ആ ദുരനുഭവം എന്ന് വിശദീകരിക്കാമോ? ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ.